ഡോക്ടർ ഞാൻ സ്ഥിരമായിട്ട് ലാപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം നല്ല കഴുത്തിന് വേദനയുണ്ട്. കഴുത്തിനും ഷോൾഡറിനും ഒക്കെ നല്ല പെയിനാണ്. 6 മാസത്തോളമായി തുടങ്ങി. കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിൻ ഉണ്ടോ? ഉണ്ട്. ചില സമയത്ത് വരും. കൂടുതൽ ടൈം വർക്ക് ചെയ്യുന്ന ടൈമിൽ കയ്യിലോട്ട് വേദന വരും. കൈക്ക് പെരുപ്പുണ്ടോ? ചിലപ്പം, എപ്പോഴില്ല, ചെറിയ രീതിയിൽ. ഇതിനകത്ത് ഇപ്പൊ ഇവിടെ മസിൽസിന് ബലക്കുറവുണ്ട് കേട്ടോ. അപ്പൊ ഈ മസിൽസിന്റെ ബലക്കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരേ പൊസിഷനിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടിയില്ല. അത് നമ്മുടെ മസിൽസിന്റെ ബലം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഓരോ 10 to 15 മിനിറ്റ്സ് കൂടുന്നോറും നമ്മുടെ തോൾ ഷ്രഗ് ചെയ്ത് കൊടുക്കണം. അത് ബാക്കിലോട്ട് നമ്മളൊന്ന് ഷ്രഗ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടും ഷ്രഗ് ചെയ്യുക. അപ്പൊ ഈ ഒരു ടൈമിൽ സർക്കുലേഷൻ കറക്റ്റ് ആവുകയും നമ്മുടെ മസിൽസിന് അത്രയും ബലക്കുറവ് വരത്തില്ല. ഇപ്പം മസിൽസ് വീക്ക് ആവുന്നതിനനുസരിച്ച് ഡയറക്റ്റ് സ്ട്രെസ്സും സ്ട്രെയിനും നട്ടലിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ പെയിൻ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ചെറിയ ലേപനങ്ങളും ചെയ്ത് നമ്മൾ ഈ എക്സസൈസും ചെയ്താൽ മതി റെഗുലറായിട്ട്. എല്ലാവരിലും കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം സ്ഥിരമായിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരാണ്. അവർക്ക് അവരുടെ ഫിംഗേഴ്സ് മാത്രമാണ് അവർ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ടൈമിൽ സർക്കുലേഷൻ, അതായത് ബ്രെയിനിന് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നില്ല അങ്ങോട്ട് ഡ്യൂട്ടി ഉണ്ടെന്നും അല്ലെങ്കിൽ അവർക്ക് സർക്കുലേഷൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ മസിൽസിന് ബലക്കുറവാണ് ഉണ്ടാകുന്നത്. അങ്ങനെ സ്ട്രെസ്സും സ്ട്രെയിനും നട്ടലിലേക്ക് വരികയും അതുവഴി നമുക്ക് ബലം കുറയുകയും നമുക്ക് ഭയങ്കരമായിട്ടുള്ള സർവൈക്കൽ, അതാണ് സർവൈക്കൽ സ്പോണ്ടിലോസിസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാകുന്നത്. മിക്ക ചെറുപ്പക്കാരിലും ഇപ്പോൾ ഇത് കോമൺ ആണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെഗുലർ എക്സസൈസുകൾ, അവിടുത്തെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള റെഗുലർ എക്സസൈസുകൾ നമ്മൾ ചെയ്ത് അതിനെ ബലപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.